അതിനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. ചന്ദ്ര, വിഷ്ണു, തങ്കച്ചി, പിന്നെ നീ 4 അകത്ത് പോവും. അതിനുള്ള വിദ്യ എനിക്കറിയാം. അതില് നീ മാത്രം. നീ പോകുന്ന ജയിലിലേക്കായിരിക്കില്ല, അങ്ങ് പരലോകത്തായിരിക്കും, ഈ മരിച്ചവരുടെ ലോകത്തേക്ക്. ആഹാ, എത്തിയല്ലോ. ദിവസവും ഇവിടെ വരണമെന്നുള്ളത് ഒരു വഴിപാടാണോ സ്വാമി? അതെ. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡത്തിന്? എന്റെ സാർ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാനിവിടെ വരും, കാണും. നിങ്ങളെ കൊണ്ട് കൊള്ളാത്തത് കൊണ്ടാണല്ലോ സാർ ഓരോ ജോലികൾ എന്നെ ഏൽപ്പിക്കുന്നത്. എനിക്ക് സാറ് എന്ന് പറഞ്ഞ ജീവന, അത് സാറിന് പറയാം. ആട്ടെ, ഇന്ന് എന്ത് വാർത്തയും കൊണ്ടാ വന്നിരിക്കുന്നേ? അതൊക്കെ ഞാൻ പറയേണ്ട ഒരിടത്ത് പറഞ്ഞോളൂ. എന്താ? ഒന്നുമില്ല. എന്തായി സ്വാമി പോയ കാര്യം? വിവരങ്ങൾ മുഴുവൻ കിട്ടി സാർ. ഡോക്ടർ മാലിനി, ന്യൂറോ സർജൻ, സിറ്റി ഹോസ്പിറ്റൽ. ഈ പേര് ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് ഞാനല്ല ഇപ്പൊ പറഞ്ഞത്. അതല്ലടോ, എനിക്കിവരെ നേരത്തെ അറിയാം, പക്ഷേ എങ്ങനെയാണെന്നൊരു ഓർമ്മ കിട്ടുന്നില്ല. ഇത്തിരി കുഴപ്പം പിടിച്ച കേസാ സാറേ. സ്വഭാവമല്ല, സാഹചര്യങ്ങൾ. ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, ഒറ്റയ്ക്കാണ് താമസം. ചിലപ്പോൾ 2 ഡോക്ടർമാർ തമ്മിലുള്ള പ്രൊഫഷണൽ അടുപ്പം മാത്രമായിരിക്കും. അങ്ങനെ സംശയിക്കാൻ മാത്രം ഒന്നും ഇല്ലായിരിക്കും അല്ലേ സ്വാമി? എന്നെനിക്ക് തോന്നുന്നില്ല സാറേ. ഡോക്ടർ മാലിനിനെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. നിരഞ്ജൻ അങ്ങനെ ഒരാളാണോ? അതെനിക്കറിയില്ല സാർ. ഇതുവരെയുള്ള എൻ്റെ അനുഭവം വെച്ച് നോക്കിയ നിരഞ്ജൻ സാറ് അങ്ങനെ ഒരാളെ അല്ല. പക്ഷെ ആണാണ്, മറ്റേത് പെണ്ണു. തൽക്കാലം സ്വാമി ഇവരാരോടും പറയണ്ട. ഞാൻ ആരോട് പറയാം? വ്യക്തമായ തെളിവുകളില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല സ്വാമി. കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണെന്ന് സ്വാമിക്കറിയാമല്ലോ. സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. എനിക്കറിയാം സാറേ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം. ഒരു കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. സാറിൻ്റെ മോളുടെ ജീവിതത്തിൻ്റെ പ്രശ്നം എല്ലാം എനിക്കറിയാം. സാറ് സമാധാനമായിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചോളൂ. സ്വാമി എല്ലാം കഴിക്കും. ഇറങ്ങാറായോ മോളെ? ഇപ്പൊ ഇറങ്ങും അച്ഛാ. സൂക്ഷിക്കണം മോളെ. എനിക്ക് ആ ചന്ദ്ര അത്ര വിശ്വാസമില്ല. അവളെന്നെ എന്ത് ചെയ്യാനാ അച്ഛാ? ഞാൻ ആശുപത്രിയിലേക്കാ പോകുന്നേ. അവിടെ ഞാൻ മാത്രമല്ലല്ലോ, സിദ്ധുവും ചേട്ടച്ചനും എല്ലാരും ഇല്ലേ. ഇനിയിപ്പോ അവരില്ലെങ്കിൽ പോലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവള് വരട്ടെ, എന്നെ എന്തെങ്കിലും ചെയ്യാൻ. ഞാൻ ആരാണെന്ന് അവൾക്ക് അപ്പം മനസ്സിലാവും. ആ ശരത്തും കൂടെയുണ്ട്. ഈ തേളും പഴുതാരെ ഒന്നിച്ചാൽ എങ്ങനെയിരിക്കുന്നു മോക്കറിയാലോ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അച്ഛൻ പേടിക്കണ്ട, എന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റും. ചേച്ചിയെ തൊട്ട അവരുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് കൂട്ടിയാൽ മതി അച്ഛൻ. വെട്ടി തൂക്കും ഞാൻ രണ്ടിനെ. ചേച്ചി വിലക്കിയതുകൊണ്ടാ ഒന്നും ചെയ്യാതെ ഞാൻ മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.
ഏന ആർക്കാർക്കും അറിയില്ല. മോളെ ഇവിടെ സംസാരം ശ്രദ്ധിച്ചോ. ചിലപ്പോ തനി നിത്യമോള് പറയുന്ന പോലുണ്ട് അല്ലേ? അതെനിക്കും തോന്നാറുണ്ട്. അതാ എനിക്ക് ഇവളോട് ഇത്ര അടുപ്പം. എനിക്ക് ഞാനൊരിക്കലും നിത്യയാവില്ലെന്നറിയാം. പക്ഷെ ചില നേരത്ത് ഞാൻ പോലും അറിയാതെ ചില മാറ്റങ്ങൾ എൻ്റെ ഉള്ളിൽ സംഭവിക്കാറുണ്ട്. ആ നേരത്ത് നിത്യയാണ് ഞാനെന്ന് എനിക്ക് തോന്നാറുമുണ്ട്.